मैं मेरी वतन को मोहब्बत करता हूँ, मेरी वतन അല്ലെ, മേരി വത്തൻ കോ മേ മഹബ്ബത്ത് കർത്താ ഹും, എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. മേരി വത്തൻ, ഇത് വത്തൻ എന്ന് പറയുന്നത് ഫേമസ് ആണ്. അത് ഹിന്ദിയാണ്, അറബിയിൽ നിന്ന് വന്ന വാക്കാണ് വത്തൻ. കോൺസെ വത്തൻ, നിങ്ങൾ ഏത് രാജ്യമാണ്, അതായത് മാതൃ രാജ്യത്തിനാണ് വത്തൻ എന്ന് പറയാറുള്ളത്, വത്തൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ വത്തൻ മഹബത്ത് മറ്റൊരു വാക്കാണ്, നേരത്തെ പറഞ്ഞു, എനിക്കറിയില്ല. മഹബത്ത് കർണ, ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്ന അർത്ഥത്തിലാണ്. അതുപോലെ മറ്റൊന്നാണ് കുസൂർ, തെറ്റ് ചെയ്യുക. ബേക്കുസൂർ ആദ്മിയെ, തെറ്റ് ചെയ്യാത്ത ആൾ എന്ന് പറയാം, ബേക്കുസൂർ ആദ്മിയെ. അതായത് പിന്നെ അതേപോലെ തമീസ് എന്ന് പറയും, ബേ തമീസ് ആദ്മിയെ എന്ന് പറയും. നീ എന്താ ഒരു വിവരമില്ലാത്ത ആളാ, വിവരമില്ലാത്തവൻ, അതല്ലെങ്കിൽ അതിനെ ഒരു സ്വയബുദ്ധി ഇല്ലാത്തവൻ എന്ന് പറയുന്നത് ബേത്തമീസ് ആദ്മിയ എന്ന് ഇവരെപ്പോഴും ദേഷ്യം പിടിക്കുമ്പോൾ പറയും, ബേത്തമീസ് ആദ്മിയ എന്ന് പറയും. ഓക്കെ, അതേപോലെ അസർ, അതിന് ഹിന്ദിയിൽ എഴുതുമ്പോൾ അത്തർ എന്നൊക്കെയാണ് എഴുതുക. കോയി അസർ നെയ്യേ, അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ഇമ്പാക്റ്റ് വലുതാണെന്ന് പറയുമല്ലോ. ये ऐसा जो हम पढ़ाई करते हैं इसको इम्पैक्ट तो बहुत बड़े हैं. നമ്മൾ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിന് ഇമ്പാക്റ്റുകൾ വലുതാണ്. കാരണം മറ്റു പല ഭാഷയിലും കഴിവുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് അസർ എന്ന് പറയുന്നതാണ്. അസർ നെയ്യേ, കൊൻസെ അസർ. അതേപോലെ മറ്റൊന്നാണ് ആഹിർ മേ, ആഹിർ എന്ന് പറയും. ആഹിർ മേ ക്യാ ഹുവാ ഹേ, ആഹിർ മേ ക്യാ ഹുവാ, അവസാനം എന്ത് സംഭവിച്ചു, ആഹിർ മേ ക്യാ ഹുവാ, ആഹിർ മേ വഹാ കോയി മൗക്ക നെയ്യേ. മൗക്ക, മൗക്ക എന്ന് പറഞ്ഞ സ്ഥാനം, സ്ഥലം എന്നാണ്. ക്യാ കോയി മൗക്ക നെയ്യ, മൗക്ക അതിൽ അവസരം എന്നൊരർത്ഥത്തിനും സ്ഥാനം എന്നർത്ഥത്തിനും പറയാണ് മൗക്ക. അത് അറബിയിൽ ഫേമസ് വേർഡാണ് മൗക്ക എന്നുള്ളത്. അതേപോലെ തന്നെ അറബിയിൽ സാധാരണ പറയുന്ന ഒരു വാക്കാണ് മഹൽ. മഹൽ അതായത് നമ്മൾ മാൾ എന്നൊക്കെ പറയുമല്ലോ. മഹൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിനൊക്കെ പറയുന്നൊരു പേരാണ്. അതുപോലെ എപ്പോഴും പറയുന്നതാണ് അസൽ മേ, അസൽ. അസൽ മേ, അസൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ. അസൽ മേ യേ ചാഹ്താ ഹും, അസൽ മേ യേ കുച്ച് നെയ് ചാഹ്താ ഹും, അസൽ മേ എന്ന് പറയും. ഓക്കെ, അസൽ എന്ന് അസ്ലി എന്ന് പറയുന്നതാണ്. അസ്ലി എന്ന് പറയും, അസ്ലി നഗ്ലി എന്ന് പറയും. അസ്ലി നഗ്ലി, ഒറിജിനൽ ആണോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നർത്ഥത്തിനാണ് അസൽ മേ എന്ന് പറയുന്നത്. അതുപോലെ ജമാൻ, ജമാന ഖറാബ് ഹേ എന്ന് പറയാറുണ്ടല്ലോ. ഈ ജമാൻ എന്ന് പറയുന്നത് അറബി വേർഡാണ്. കാലങ്ങൾ, കാലം, ഈ എന്താണ് കാലത്തിന് ജമാൻ എന്ന് പറയും. ഖറാബ്, ഖറാബ് എന്ന് പറയുന്നതും അറബി വേർഡാണ്. അപ്പോൾ എത്ര വാക്ക് നമ്മൾ പഠിച്ചു, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്കിതൊക്കെ ഒരു ഗുണമായി തോന്നിയാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ധന്യവാദ്, ബഹുത് ശുക്രിയ.